അപ്പൊ ഇനി നമുക്ക് നിങ്ങൾ രണ്ടുപേരെ ഞാൻ ഒരു ഗെയിം സെക്ഷനിലേക്ക് കൊണ്ടുപോവാണ്. ചെറിയൊരു ഗെയിം. നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് ഈ ദം ഷാർട്സ് എന്ന് പറയുന്നത്. അല്ലേ? വളരെ സിമ്പിൾ ആണ്. അപ്പം സിനിമാ പേരായിരിക്കാം, പാട്ടുകളായിരിക്കാം, പഴഞ്ചൊല്ല്, മറ്റത് മറിച്ചത് എന്തുമായിരിക്കാം. റെഡിയാണോ? റെഡിയാണ്. യെസ്, വരും. അപ്പൊ ഋഷി, അശ്വതി ഗെയിംസ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ദം ഷാർട്സിന്റെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പൊ ആ ഋഷിയാണ് ആദ്യം ഒരു ഇതെടുക്കുന്നെങ്കിൽ അശ്വതി അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം, ഋഷി അത് ഗസ് ചെയ്യണം. അതാണ് രണ്ടുപേർക്കും. അപ്പൊ അശ്വതിയാണ് ആദ്യം കളിക്കാൻ പോകുന്നത്. റെഡി അല്ലേ? സോ റെഡി, 1 2 3 ആൻഡ് മ്യൂസിക്. ഡ്രസ് ബ്ലാക്ക്, ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റെഡ്. ബ്ലാക്കും റെഡും കൂടിയാണ് ചേർന്ന ഒരു സിനിമ. ബ്ലാക്കും റെഡും കൂടി ചേർന്ന ബ്ലാക്ക് ആൻഡ് റെഡ്. ബ്ലാക്ക് ആൻഡ് റെഡ്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കളേഴ്സ് ബ്ലാക്ക്, കളർ. കളറിന്റെ വേറെന്താണ്? നിറം. നിറം. ഓ, നിറം. ഓ, അതാണ്. ഋഷി എടുത്തോളൂ, ഋഷി എടുത്തോളൂ. കാണിക്കട്ടെ? പഴയതാണോ? മീഡിയം. 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 നരൻ. ഓ മൈ ഗോഡ്, പുലി പുലി. അതെന്ത് ഞാൻ ഇങ്ങനെ കാണിച്ചല്ലോ. ആദ്യമേ കാണിച്ചാ മതിയായിരുന്നു. എങ്ങനെ എങ്ങനെ ആദ്യമേ അത് കാണിച്ചാ മതിയായിരുന്നു. അത് ശരിയാവും. ആർക്കറിയാത്ത നരനെ കുറിച്ച് ആർക്കറിയാത്ത. അശ്വതി എടുക്ക്. ചെരുപ്പ്. ചെരുപ്പ് കുത്തിയുടെ കഥ. ചെരുപ്പ് കുത്തി ചെരുപ്പിൽ ഡാൻസ് ചെയ്യുന്നു. ചെരുപ്പ് നീ ഊരിട്ട് എന്തിനിപ്പോ? ചെരുപ്പ് ഊരി. ചെരുപ്പ് വേണ്ട, എനിക്ക് ചെരുപ്പ് വേണ്ട. നീ വെറുതെ നടന്നു വേണോ? എന്റെ അമ്മയാണോ നിന്നെ കൊല്ലും, ഞാനും ചാവും. നീ ചെരുപ്പ് ഊരി. നീ ചെരുപ്പ് ഊരി ഞാൻ എന്ത് ചെയ്യണം? അല്ല പറഞ്ഞോ, ഒന്നുകൂടി കാണി. ചെരുപ്പ് ഊരി. ചെരുപ്പ് നടന്നുപോയി. എനിക്ക് തെറ്റിപ്പോയടാ. നീ ശബരിമല പോണേണോ? ശബരിമലയായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സിനിമ ആണോ? ശബരിമലയായിട്ട് റിലേറ്റ് ചെയ്ത സിനിമ. ചെരുപ്പ് ഊരി. ചെരുപ്പ് വേണ്ട, എനിക്ക് ചെരുപ്പ് വേണ്ട. നിനക്ക് ചെരുപ്പ് വേണ്ട. ചേച്ചി മിണ്ടണ്ടോ? ഞാൻ അത് തന്നെ പറയുന്നത്. ചെരുപ്പ് വേണ്ടടാ. സന്യാസത്തിന് പോയോ? സന്യാസം. ഇതിന് എന്തെങ്കിലും കാണിക്കുക. ഇതിനെന്തെങ്കിലും കാണിക്കടാ. എന്നെ കൊല്ലുന്നോ? എന്താടാ? ആരാ അഭിനയിച്ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന? എടാ, പദയാത്രയാണോ? ഓഫ് അല്ല. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? ഞാൻ തോറ്റു. ഇത് പാട്ടായിരുന്നെങ്കിൽ ഞാൻ തോറ്റ്. മഹേഷിന്റെ പ്രതികാരം. ചെരുപ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഫുള്ള് ഞാൻ റൗണ്ട് ചെയ്ത് കാണിക്കണോ? ഇത് തീർന്നവര്. അത് സിനിമയില് സീനായിരുന്നു. അത് മനസ്സിലായില്ല. ഞാൻ മഹേഷിന്റെ പ്രതികാരം കണ്ടിട്ടില്ല. അത് പറ. നിങ്ങളുടെ ദിവസം അവളെ അഭിനയിച്ച് അവളെ പറയണേ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് കണ്ട ഏത് കുഞ്ഞു കുട്ടികളും ഞാൻ കണ്ടിട്ടില്ല. സോറി. എത്ര ഇതുണ്ട്? സെന്റൻസ്, 2 സെന്റൻസ്. ഇനി മിണ്ടരുത്. മറ്റേ ഇതാണ് ചോട്ട മുമ്പേ ആണോ? എന്റെ പൊന്നളിയാ. അത് സാധനം കണ്ടപ്പോ ഋഷി സംഭവം. അതായത് ഭയങ്കര സിനിമ പ്രേമിയാണ്. ഇത് പാട്ടിന്റെ കാര്യത്തിൽ ചോദിച്ചു നോക്കിയേ, അതില് ഞാൻ കയറത്തുള്ളൂ. അയ്യോ, നീ സൂപ്പറാണ്, നീ പൊളിയാണ്. വേണ്ട. അശ്വതി എടുത്തോളൂ. നീ എന്താ ഉദ്ദേശിച്ചത്? മലരമ്പം തഴുകുന്നു കിളിമകളെ. പ്രേമം. സിനിമ പ്രേമം. പ്രേമം. ഓ, അതെങ്കിലും ഞാൻ ഇങ്ങനെ കണ്ടപ്പോ അതാന്ന് വിചാരിച്ചു. മറ്റേ പാട്ടില്. ഇനി അശ്വതി എടുത്തോളൂ. എപ്പോഴും ഇങ്ങനെയാണല്ലോ. അത് കുഴപ്പമൊന്നുമില്ല.
മലയാളം മൂവി. 2 വാക്ക് 1 വാക്ക് 2. ആരുടെയാണ്? നീരജ് മാധവ് ആണോ? നീരജ്മ അത് നീയല്ലേ? ഋഷി ഋഷി ആ നീ ഇത് എങ്ങോട്ടാ എന്റെ വീട്ടിലോട്ട് ഏത്? സുരാജ് വെഞ്ഞാറമൂട്. ആ മൂവി എന്തുവായിരുന്നു? മൂവി എടാ മൂവി എന്തായിരുന്നടാ? എനിക്ക് അറിയാം. ഇവിടെ ശ്രദ്ധിക്ക. ആ റോബോട്ട് തന്നെടാ ഷെടാ എനിക്ക് എന്താ പേരൊന്നും കിട്ടാത്ത. എന്റെ തലക്ക് എന്താ പറ്റി? വരൂ തിരിച്ചു വരൂ. 2 അതല്ല 2 വാക്ക്. രണ്ടാമത്തെ സമയം തീരാറായി. സമയം തീരാറായി. ഇത് തന്നെ ടൈം ഔട്ട്. നോക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അത് തന്നെ ഞാൻ ആൻഡ്രോയിഡ് മൊബൈൽ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കണം. മനസ്സിലാവുള്ളൂ നിനക്ക്? അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ മനസ്സിലായി ആൻഡ്രോയിഡ് മൊബൈലാണ്. കുഞ്ഞു വന്നു. പക്ഷെ നമ്മൾ അതായത് ഋഷിയുടെ അഭിനയ പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഋഷിയുടെ അഭിനയത്തിന്റെ കുഴപ്പമല്ല. ഈ കുട്ടി സിനിമ കാണാത്തതുകൊണ്ടും അല്ല സിനിമ ആദ്യത്തെ സിനിമ കാണാത്തത് കൊണ്ടും പിന്നെ ചിലത് വാക്കുകൾ ഓർമ്മയിലേക്ക് വരാത്തതിന്റെ പ്രശ്നമാണ്.